നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്ന് വന്നേക്കും തന്നെ. ആമീൻ. അനുതാപികളെ സ്നേഹിക്കുന്നവനും പാപികളുടെ തിരിച്ചുവരവൻ ആഗ്രഹിക്കുന്നവനുമായ സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ സന്നിധിയിൽ ഈ പ്രബോധന ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രോജ്വലനം അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ. നിറപടിയായി ശുശ്രൂഷ നിർവഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകളെയും കുറവുകളെയും നീ ക്ഷമിക്കണമേ. സകലത്തിൻ്റെയും നാഥനായ കർത്താവേ, നിന്നെ സ്നേഹിച്ച നിബിയന്മാരുടെയും സുവിശേഷം പ്രസംഗിച്ച ശ്ലീഹന്മാരുടെയും അവിടുത്തെ നല്ല സാക്ഷികളായി തീർന്ന രക്തസാക്ഷികളുടെയും പ്രാർത്ഥനയാലും മധ്യസ്ഥതകളാലും നിറപടിയായി ശുശ്രൂഷ നിർവഹിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. ദൈവരാജ്യമഹത്വത്തിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുതാപത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ. മാനസാന്തരത്തിൻ്റെ അനുഭവം അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് വന്നേക്കും തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, വികാരി ജനറൽമാരായിരിക്കുന്ന വന്യരായ KY ജേക്കബ് കോറപ്പിസ്കോപ്പ അച്ഛൻ, വന്യരായ ബഹുമാനപ്പെട്ട ഈശോ മാത്യു കോറപ്പിസ്കോപ്പ അച്ഛൻ, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ ഉൾപ്പെടുന്ന വൈദിക സഹോദരങ്ങൾ, നമ്മുടെ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷിബു എബ്രഹാം അച്ഛൻ, എൻ്റെ സ്നേഹിതനും മാർത്തോമ സഭയിലെ പ്രത്യേകിച്ച് ഭദ്രാസന ട്രഷററായി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജേക്കബ് ജോർജ്, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ പ്രബോധന ശുശ്രൂഷയിൽ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിർവഹിക്കപ്പെടുന്ന ഈ പ്രബോധന ശുശ്രൂഷയിൽ നിങ്ങളോട് ഒരുമിച്ച് സംബന്ധിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ കരുണയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യഥാർത്ഥത്തിൽ ഇത് വലിയ ഭാഗ്യവും തദവസരത്തിൽ നിയോഗവുമായി കാണുകയാണ്. ദൈവസന്നിധിയിൽ നാം ഒരുമിച്ച് നിർവഹിക്കുന്ന ഈ ശുശ്രൂഷ ദൈവത്തിനു മുൻപാകെ നമ്മൾ സമർപ്പിക്കുന്ന ആരാധനയാണ്. നമ്മെ സംബന്ധിച്ച് വേദപുസ്തക വായനയും വേദപുസ്തക വ്യാഖ്യാനവും യഥാർത്ഥത്തിൽ സഭയുടെ ശുശ്രൂഷ ജീവിതത്തിൻ്റെ ഭാഗമാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് വിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുടെ സമഗ്രമായ ഘടന പരിശോധിച്ചാൽ നമുക്കറിയാം, പഴയ നിയമ വേദഭാഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നിന്നും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വേദപുസ്തക വായനയുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ ആരാധനാ പാരമ്പര്യത്തിലെ മനോഹര നിമിഷമാണ് ഏവൻഗേലിയോൻ വായന. ഏവൻഗേലിയോൻ വായിക്കുന്നത് തന്നെ പുരോഹിതൻ പടിഞ്ഞാറേക്ക് എഴുന്നള്ളി ഗൗരവമായ മുഖവര പറഞ്ഞുകൊണ്ട് ഏവൻഗേലിയോൻ വായിക്കും. നമ്മുടെ പൗരസ്ത്യ സഭാ പാരമ്പര്യത്തിൽ ആ ഏവൻഗേലിയോൻ വായനയോട് ചേർന്നാണ് അതത് ദിവസത്തെ പ്രബോധന ശുശ്രൂഷ സഭ നിർവഹിച്ചിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ ശുശ്രൂഷ ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് നിർവഹിക്കുന്ന ആരാധനയാണ്. അതിൽ കേവലം ഒരു പ്രസംഗകൻ്റെ കഴിവല്ല, മറിച്ച് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനവും പ്രോജ്വലനവുമാണ് ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ പര്യാപ്തമാക്കുന്നത്, പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രബോധന ശുശ്രൂഷ ദൈവസന്നിധിയിൽ അനുഗ്രഹകരമായി നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റമുണ്ടാകുവാൻ പ്രയോജനകരമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാനായ രവീന്ദ്രനാഥ ടാഗോർ, അദ്ദേഹം ഭാരതത്തിൻ്റെ ആധുനിക ശില്പികളിൽ ഒരുവനാണ്.
സാഹിത്യ മേഖലകളിലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നിസ്തുലമാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ സമഗ്രമായ വളർച്ചയെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: എവിടെ ലോകം ചെറുതുണ്ടുകളായി വിഭജിക്കപ്പെടാതിരിക്കുന്നുവോ, എവിടെ മനുഷ്യൻ ചെറുതുണ്ടുകളായി ചെറിയ വേലിക്കെട്ടുകളിൽ പരിമിതപ്പെടാതിരിക്കുന്നുവോ, ആ മനോഹര കാഴ്ചപ്പാടിലേക്ക്, ഒന്നായി തീരുന്ന കാഴ്ചപ്പാടിലേക്ക് എൻ്റെ രാജ്യം വളരട്ടെ എന്ന് മഹാനായ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ മഹനീയമായൊരു പ്രാർത്ഥന ഉണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് മതിലുകൾ. ജയിലിൻ്റെ മതിലിനപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ വളരെ മനോഹരമായ ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഒരു പ്രേമം. നാരായണിയെ അദ്ദേഹം കണ്ടിട്ടില്ല, അതേസമയം ആ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ. മനോഹരമായ ഒരു പ്രേമ ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ മതിലുകളെന്ന നോവൽ എഴുതി. അതോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞു, മതവും മനുഷ്യനും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ മതിലുകളെല്ലാം ഒന്ന് മാറിക്കിട്ടിയിരുന്നെങ്കിൽ, മനുഷ്യത്വത്തിൽ ഒന്നായി ഭവിച്ചിരുന്നെങ്കിൽ, ആ ഒരുമയുടെ ഒരു മതിൽ ഒരുമിച്ച് മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതപരമായ കാഴ്ചപ്പാടുകളെ ഉല്ലംഘിക്കുന്ന സമൂഹത്തിലെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും മനോഹരമായ ഭാവനയാണ് മതിലുകളിൽ പ്രതിപാദിക്കുന്നത്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരാശയം, വിഭാഗീയതയുടെ മതിലുകൾ തകരണമേ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരുമിപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന മതിലുകളുടെ നിർമ്മിതിയെക്കുറിച്ച് ഇന്ന് യെരൂശലേമിൻ്റെ രണ്ടാമത്തെ രാജാവും എബ്രായ ചരിത്രത്തിലെ മനോഹര കീർത്തകനുമായിരുന്ന ദാവീദ് രാജാവിൻ്റെ മനോഹരമായൊരു പാട്ട് ഇന്ന് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 51-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം. 51-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം: നിന്റെ ഇഷ്ടപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. നിന്റെ ഇഷ്ടപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. മതിലുകൾ വിഭാഗീയതയുടെ പ്രതീകങ്ങളാണ്, സ്വാർത്ഥതയുടെ പ്രതീകങ്ങളാണ്. മതത്തെയും സമൂഹത്തെയും എല്ലാം വ്യത്യസ്തമായി വേർതിരിക്കുന്നതാണ് മതിലുകൾ എന്ന ചിന്ത പ്രസക്തം തന്നെ. എന്നാൽ അതേ സമയം തന്നെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും, അത് നാം അധിവസിക്കുന്ന ദേശത്തിൻ്റെയും നമ്മുടെ സഭയുടെയും നാം ശുശ്രൂഷിക്കുന്ന ഇടവകകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ദാവീദിൻ്റെ ഈ പ്രാർത്ഥന ഈ വർത്തമാന കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. സെഹിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. 51-ാം മസ്മൂറ യഥാർത്ഥത്തിൽ നമ്മുടെ ആരാധനാ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കീർത്തനമാണ്. നമുക്കറിയാവുന്നതുപോലെ എല്ലാ കൂദാശകളിലും പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് സുളൂസോദോയോ എന്ന് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാ കൂദാശകളിലും 51-ാം മസ്മൂറ ചൊല്ലും, ഒരു കൂദാശ ഒഴികെ, വിശുദ്ധ മാമോദീസ കൂദാശ ഒഴികെ. മാമോദീസായിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം 51-ാം മസ്മൂറ ചൊല്ലുകയില്ല. അതിനൊരു കാരണമുണ്ട്. മാമോദീസ രക്ഷയുടെ അനുഭവമാണ്. നിത്യജീവന്റെ അനുഭവത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്കും ദൈവമക്കൾ എന്ന അവകാശത്തിലേക്കും നമ്മൾ വിളിച്ചു വേർതിരിക്കപ്പെടുന്നത് വിശുദ്ധ മാമോദീസായിലൂടെയാണ്. വിശുദ്ധ മാമോദീസായിലൂടെയാണ് മറ്റു കൂദാശകൾ സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരായിത്തീരുന്നതും. എന്നാൽ മാമോദീസായ്ക്ക് ശേഷം നാം ഏത് കൂദാശയിൽ പങ്കെടുത്താലും അതിൻ്റെ ഒരു മുന്നൊരുക്കം നമ്മുടെ അനുതാപമാണ്. അതുകൊണ്ട് കാർമ്മികനും അതുപോലെ തന്നെ വിശ്വാസ സമൂഹവും ഒരുമിച്ച് കൂദാശകളുടെ ഒരു മുന്നൊരുക്കമായി, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ എന്ന മഹത്തരമായ 51-ാം മസ്മൂറ, 51-ാം കീർത്തനം, അനുതാപ കീർത്തനം ചൊല്ലും. ഇതെല്ലാം പെരുന്നാൾ ക്രമങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ പ്രഭാത പ്രാർത്ഥനയിലും സന്ധ്യാ നമസ്കാരത്തിലും എല്ലാം നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്തി നമ്മുടെ കുറവുകളെ പരിഹരിക്കത്തക്ക രീതിയിൽ അനുതാപത്തോടെ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്നു, അനുതാപത്തോടെ കൂദാശയ്ക്കായി ഒരുങ്ങുന്നു, അനുതാപത്തോടെ പെരുന്നാളുകൾക്കായി ഒരുങ്ങുന്നു. 51-ാം മസ്മൂറ എല്ലാ ആരാധനയിലും
വിശുദ്ധ മാമോദീസായുടെ കൗദാശിക ക്രമം ഒഴികെ മറ്റെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. എന്താ സഹോദരങ്ങളെ ഈ സങ്കീർത്തനത്തിന് ഇത്ര പ്രാധാന്യം? നിങ്ങൾക്ക് പരിചിതമുള്ളതാണല്ലോ. ആരോഹണ അവരോഹണ ഗീതങ്ങളായി സങ്കീർത്തനത്തെ പൊതുവെ വിഭജിക്കുന്നുണ്ട്. എന്നാൽ ഉള്ളടക്കമനുസരിച്ച് അനുതാപ കീർത്തനങ്ങൾ, ഇടയ കീർത്തനങ്ങൾ, രാജകീയ കീർത്തനങ്ങൾ, പ്രവചന കീർത്തനങ്ങൾ, മെസ്സിയാനിക് സാംസ്, മശിഹ കീർത്തനങ്ങൾ എന്നീ 5 തലക്കെട്ടുകളിൽ കീർത്തനങ്ങളെ ഉള്ളടക്കമനുസരിച്ച് വിഭജിക്കുന്നുണ്ട്. അതിൽ 51-ാം മസമൂറ മനോഹരമായ അനുതാപ കീർത്തനമാണ്. സ്വന്തം തെറ്റിനെ കുറിച്ച് ബോധ്യം വരുന്ന ദാവീദ് അദ്ദേഹത്തിന്റെ തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് ഉള്ളു നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് 18-ാമത്തെ വാക്യം. സിയോനോട് നന്മ ചെയ്യണമേ. അഭിമന്യ തിരുമേനി ആമുഖ പ്രസംഗത്തിൽ വളരെ മനോഹരമായി ഓർപ്പിച്ചതുപോലെ ഒരു ചരമപ്രസംഗം യഥാർത്ഥത്തിൽ അവനവനെ കുറിച്ച് ക്രമീകരിക്കുന്നത് നല്ലതാണ്. അവിടെയാണ് സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചും സ്വന്തം കോട്ടങ്ങളെക്കുറിച്ചും അവനവന് ബോധ്യം വരുന്നത്. അതുപോലെ തന്നെ ഒരു റിന്യൂവൽ നമ്മുടെ ഈ ചരമപ്രസംഗത്തിന് പ്രതിദിനം നടത്തുന്നത് നല്ലതാണ്. കാരണം പലതും കൂട്ടിച്ചേർക്കാനുണ്ട്, പലതും ഒഴിവാക്കാനുമുണ്ടല്ലോ. ദാവീദിനെ സംബന്ധിച്ചോ യഥാർത്ഥത്തിൽ ഈ 51-ാം മസമൂറ പഴയ ദാവീദ് മരിച്ചോ, ദാവീദ് ആ ജീവിതത്തിന്റെ മനോഹരമായ അനുതാപത്തിന്റെ വാതായനം തുറക്കുന്ന മനോഹര നിമിഷം. അതുകൊണ്ടാണ് ആരംഭത്തിൽ എന്നോട് കരുണ തോന്നണമേ, നിന്റെ തിരുമുൻപാകെ ഞാൻ പിഴച്ചുപോയി, തെറ്റുപറ്റിപ്പോയി, സ്ഥിരമായ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ, നിന്റെ തിരുമുമ്പിൽ എന്നെ തള്ളിക്കളയരുത്. ഇതെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം അദ്ദേഹം ഈ കീർത്തനം സമാപിപ്പിക്കുമ്പോൾ പറയുന്നു, നിന്റെ ഇഷ്ടപ്രകാരം തിരുവുള്ളമുണ്ടായി. സെബിയോനോക്ക് എന്ന സുറിയാനി പദത്തിന്റെ വളരെ മനോഹരമായ ഒരു വിവർത്തനം, തിരുവിഷ്ടമുണ്ടായി, തിരുഹിതം അനുസരിച്ച് സഹിയോനോട് നന്മ ചെയ്യണമേ. ഊറുശലേമിന്റെ മതിലുകളെ പണിയണമേ. സഹോദരങ്ങളെ, അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയുടെ പ്രസക്തി വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഊറുശലേമിന്റെ മതിലുകൾ പണിയണമേ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ യെരൂശലേം എന്ന രാജ്യത്തിന്റെ അവസ്ഥയിലും വളരെ പ്രസക്തമല്ലേ? നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് സമാധാന പ്രഭുവായി, ലോകത്തിന്റെ രക്ഷകനായി, സർവ പ്രപഞ്ചത്തെയും ദൈവത്തോട് നിരപ്പാക്കുവാൻ കന്യകയുടെ ഉദരത്തിൽ ഉരുവായി ഈ ഭൂമിയിൽ പിറന്നു വീണ അമ്മാനുവേൽ, ദൈവം ജനിച്ചു വീണ സ്ഥലത്ത് ഇന്നൊരു സ്വസ്ഥതയുമില്ല. അവിടെ അനേക കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു, മാതാപിതാക്കൾ മക്കളെ പ്രതി വിഷമിക്കുന്നു. എന്തെല്ലാം പ്രതിസന്ധികളാണ് ബേത്ലഹേമിൽ, എന്തെല്ലാം പ്രതിസന്ധികളാണ് ഊറുശലേമിൽ. സെഹിയോനും ഊറുശലേമും സത്യത്തിൽ 2 പര്യായ പദങ്ങൾ തന്നെയാണ്. പഴയ നിയമം പഠിക്കുമ്പോൾ അറിയാം. സെഹിയോൻ, സിയോൻ, ദാവീദ് പ്രത്യേകം പിടിച്ചെടുത്ത, യെബൂസ്യരുമായുള്ള യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്ഥലമാണ്. യെരൂശലേം രാജ്യത്തിന്റെ തലസ്ഥാനമാണ് സെഹിയോൻ. എന്നാൽ സെഹിയോൻ എന്ന യെരൂശലേമിനെ കുറിച്ച് പൊതുവായി പറയുന്ന പാരമ്പര്യവും പഴയ നിയമത്തിലുണ്ട്. ആ വിശകലനത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിലെ ഒരു വേദനയാണ്, ദാവീദിന്റെ മനസ്സിലെ വേദന. സിയോനോട് തിരുവുള്ള പ്രകാരം നന്മ ചെയ്യണമേ, ഊറുശലേമിന്റെ മതിലുകളെ പണിയണമേ. സഹോദരങ്ങളെ, ഈ വേദഭാഗം പഠിപ്പിക്കുന്ന, പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത, അത് ഇന്നത്തെ പ്രബോധന ശുശ്രൂഷയുടെ കേന്ദ്ര ഭാഗമാണ്. രാജ്യ നിർമ്മിതിയിൽ നേതൃത്വത്തിന്റെ വിശുദ്ധി നിർണായകമാണ്. രാജ്യ നിർമ്മിതിയിൽ നേതൃത്വത്തിന്റെ വിശുദ്ധി നിർണായകമാണ്. രാജ്യത്തെക്കുറിച്ച് യെരൂശലേം, സിയോൻ എന്ന 2 വാക്കുകൾ ഉപയോഗിച്ചതുകൊണ്ടാണ് രാജ്യനിർമ്മിതി എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ഈ വേദഭാഗത്തിന്റെ പ്രസക്തി വിശദീകരിച്ചാൽ, കുടുംബ ജീവിതത്തിൽ നേതൃത്വം നൽകുന്നവരുടെ വിശുദ്ധി നിർണായകമാണ്. കുടുംബ ജീവിതത്തിൽ നേതൃത്വം നൽകുന്നവരുടെ വിശുദ്ധി നിർണായകമാണ്. ഇടവക ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്നവരുടെ വിശുദ്ധി നിർണായകമാണ്. ഭദ്രാസന സഭാ ശുശ്രൂഷകളിൽ ആ കാലഘട്ടത്തിലെ സഭയുടെ വളർച്ചയുടെ ആധ്യാത്മികമായ നേട്ടത്തിന്റെ വിശുദ്ധിയിലുള്ള വളർച്ചയിൽ നേതൃത്വത്തിന്റെ വിശുദ്ധി നിർണായകമാണ്. യെരൂശലേം രാജാവ്, സെഹിയോന്റെ അധിപതി,
രണ്ടാമത്തെ ഇസ്രായേലിന്റെ രാജാവായ ദാവീദ്, അദ്ദേഹത്തിന് നല്ല ബോധ്യം, എൻ്റെ തിന്മ കാരണം സിയോൻ ബലക്ഷയപ്പെടുന്നു, എൻ്റെ തിന്മ കാരണം ഊർശലേമിന്റെ മതിലുകൾക്ക് കോട്ടം വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് സ്വന്തം ബലഹീനത ദൈവസന്നിധിയിൽ സമർപ്പിച്ച, സ്വന്തം ബലഹീനത ദൈവസന്നിധിയിൽ സമ്മതിച്ച ദാവീദ് രാജാവ് വളരെ വ്യക്തമായി പറയുകയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ദുഷ്ടത മുഖാന്തരം നിന്റെ ജനത്തോട് തിന്മ കാണിക്കരുതേ. എൻ്റെ ദുഷ്ടത മുഖാന്തരം സിയോനോട് നന്മ ചെയ്യാതിരിക്കരുതേ. യെരൂശലേമിന്റെ മതിലുകൾക്ക് കോട്ടം സംഭവിക്കരുതേ. നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രമ്യൂനുകളിൽ, നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ ഇതേ അർത്ഥം വരുന്ന അനേക പ്രാർത്ഥനകളുണ്ട്. എൻ്റെ കർത്താവേ, ബലഹീനനായ എൻ്റെ പാപത്തെ ഓർത്ത് നിന്റെ ജനത്തെ നീ ശിക്ഷിക്കരുത്. ഇന്നത്തെ വിഷയം ഇതാണ്. ഇന്നത്തെ പ്രധാന പ്രതിസന്ധി ഇതാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ ഭാരതത്തിൽ വളരെ ശ്രേഷ്ഠമായ ക്രൈസ്തവ പാരമ്പര്യം 1-ാം നൂറ്റാണ്ട് മുതൽ നിലനിൽക്കുകയും അതിൻ്റെ നല്ല സാക്ഷികളായി ഇന്ന് നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? നമ്മുടെ അശുദ്ധി മുഖാന്തരം, മാതൃകയില്ലാത്ത ജീവിതം മുഖാന്തരം നമ്മുടെ കുടുംബങ്ങൾ നശിക്കുന്നു, നമ്മുടെ ഇടവക നശിക്കുന്നു, നമ്മുടെ സഭയുടെ കെട്ടുറപ്പ് നശിക്കുന്നു. അത് ക്രൈസ്തവ സമൂഹവും അതിന് നേതൃത്വം വഹിക്കുന്നവരും തിരിച്ചറിയുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവന്നത്. സഹോദരങ്ങളെ, ദാവീദിന്റെ അനുതാപത്തിന്റെ ശ്രേഷ്ഠമായ ഫലമാണ് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഞാൻ ശുശ്രൂഷ നിർവഹിക്കുന്ന രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അപകടകരമായി ഭവിച്ചിരിക്കുന്നുവെന്ന ചിന്ത. ഈ ചിന്ത എനിക്കുണ്ടായാൽ ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവക ധന്യമായി. ഈ ചിന്ത മാതാപിതാക്കളായി ഉത്തരവാദിത്വത്തോടെ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾക്കുണ്ടായാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്യത്യസ്തമായ തലങ്ങളിലേക്ക് കടന്നു വരുവാനും ചിന്തിക്കുവാനും നമുക്കൊരു ബോധ്യമുണ്ടാകും. നമ്മളൊന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും നേതൃത്വത്തിൽ എന്ന് വെച്ചാൽ, ഈ നേതൃത്വം എന്ന് പറയുന്നത് വൈദികരും മഹാപുരോഹിതന്മാരും അടങ്ങുന്ന നേതൃത്വം എന്ന് വിശ്വാസ സമൂഹത്തിന് ചിന്തിക്കാൻ എളുപ്പമാണ്, ലളിതമാണ്. എന്നാൽ അതേസമയം ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? അവിടെ ദാവീദിന്റെ പ്രാർത്ഥനയുടെ ഗഹനമായ അർത്ഥം, ദാവീദിന്റെ പ്രാർത്ഥനയുടെ നല്ല അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാകും. സഹോദരങ്ങളെ, അധികം ശ്രദ്ധിക്കപ്പെടാത്ത മനുഷ്യനായിരുന്നു ഇശായിയുടെ ഇളയ മകൻ ദാവീദ്. ഇശായിയുടെ വീട്ടിലേക്ക് ശമൂവേൽ പ്രവാചകൻ കൊമ്പിൽ തൈലവുമായി കടന്നു വരുന്നു. എന്തിനു വേണ്ടി? യെരൂശലേമിന്റെ 2-ാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി. 1-ാമത്തെ രാജാവ് ശൗലാണ്. 2-ാമത്തെ രാജാവിനെ അഭിഷേകം ചെയ്യാനായി കടന്നു വരുമ്പോൾ ഇശായി തന്റെ മൂത്ത പുത്രന്മാരെ, തോൾപ്പൊക്കം കൂടുതലുള്ള, കൈയിളം കൂടുതലുള്ള മൂത്ത പുത്രന്മാർ, അവർ ശൗലിന്റെ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരുമാണ്, അവരെ എല്ലാം കൊണ്ട് നിർത്തി. പക്ഷേ അവരെ ആരെയും ദൈവം തെരഞ്ഞെടുത്തില്ല. ആ സമയത്ത് ശമൂവേൽ പ്രവാചകൻ ഇശായിയോട് ചോദിക്കുന്നു, ഇനിയും നിനക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് ആടിനെ മേയ്ക്കുവാൻ വേണ്ടി ഇശായി പറഞ്ഞു വിട്ട ഇളയ പുത്രനെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നത്. ദൈവം പറഞ്ഞു, ഇവനെ യെരൂശലേമിന്റെ 2-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്യണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇശായിയുടെ ഇളയപുത്രൻ ദാവീദിനെ സർവശക്തനായ ദൈവം യെരൂശലേമിന്റെ 2-ാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു. വലിയൊരു പാഠമല്ലേ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി, ഈ കസേരയിൽ നമ്മളെ ഇരുത്തിയത് നമ്മുടെ കഴിവല്ല, നമ്മുടെ സ്വാധീനമല്ല, അതിനേക്കാൾ ഉപരി ദൈവത്തിന്റെ ശക്തമായ തിരഞ്ഞെടുപ്പാണ്. ഈ ബോധ്യം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് സഹിയോനോട് നന്മ ചെയ്യണമേ, യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കത്തക്ക ഒരു സാഹചര്യം ദാവീദിനുണ്ടായത്. നമ്മുടെ ഇന്നത്തെ പ്രശ്നം അതാണ്. മതിലുകൾ ബലക്ഷയപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളായിത്തീർന്ന അവസ്ഥയിലെ ദൈവകൃപയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെടുന്നു. ദാവീദിനെ സംബന്ധിച്ചോ, ദാവീദിന്റെ ജീവിതത്തിൽ വന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതായിരുന്നു. 2-ാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ 51-ാം മസ്മൂറയിലെ സങ്കീർത്തനത്തിലെ 19 വാക്യങ്ങളിൽ എല്ലാ വാക്യങ്ങളും
അതീവ പ്രാധാന്യം അനുഭവിക്കുന്നതാണ്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഇന്നത്തെ കാലിക അർത്ഥതലത്തിൽ ഞാനൊന്ന് വിശദീകരിക്കട്ടെ. എന്തെന്നാൽ ബലികളിൽ തിരുമനസ്സാകുന്നില്ല, ബലികളിൽ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല, ഹോമയാഗങ്ങളിൽ നിരപ്പാകുന്നില്ല. ദാവീദിന്റെ മനസ്സിനെ ബാധിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ക്രമമായി നടക്കുന്നുണ്ട്, പക്ഷേ ഇതിലൊക്കെ തമ്പുരാൻ പ്രീതിപ്പെടുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. ദൈവം പ്രീതിപ്പെടാൻ സാധ്യതയില്ല എന്ന് ദാവീദിന് മനസ്സിലായി. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ഇന്നത്തെ പ്രധാന പ്രശ്നം അവിടെയാണ്. ശബ്ദമുഖരിതി അന്തരീക്ഷത്തിൽ ശബ്ദ മലിനീകരണത്തിന് മാത്രം കൊള്ളാവുന്ന കുറേ പ്രാർത്ഥനകൾ, വാചക പ്രാർത്ഥനകൾ, യാതൊരു ആന്തരിക വ്യതിയാനവുമില്ലാത്ത ആത്മീയ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കപ്പെടുന്നു. അവിടെയാണ് യഥാർത്ഥത്തിൽ മതിലുകൾ ബലക്ഷയപ്പെടുന്നത്. സഹോദരങ്ങളെ, എബ്രായ സമൂഹം നമ്മുടെ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അഭിമുഖീകരിച്ച വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, എബ്രായ മതത്തിന് നേതൃത്വം നൽകുന്ന പൗരോഹിത്യ ക്രമം അത് കപടഭക്തിയിലേക്കും അതുപോലെ തന്നെ യാതൊരു ആത്മാർത്ഥതയില്ലായ്മയിലേക്കും അതപ്പതിച്ചു പോയി. അതുകൊണ്ടാണ് വളരെ രൂക്ഷമായ അർത്ഥതലത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, വെള്ള തേച്ച് ശവക്കല്ലറുകളെ നിങ്ങൾക്ക് കഷ്ടം. വ്യഭിചാരി സ്ത്രീയോട് വളരെ സ്നേഹത്തോടെ കർത്താവ് സംസാരിച്ചു. കുഷ്ഠരോഗിയോട് പറഞ്ഞ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. പാപികളെയും ചുങ്കക്കാരെയും ഒക്കെ കർത്താവ് എത്ര അനുതാപപൂർവം അനുകമ്പ നിറഞ്ഞ വാക്കുകളോടെ സ്വീകരിക്കുന്നു. എന്നാൽ നസ്രായക്കാരുടെ ഉള്ളിൽ പോലും അല്പം അനുകമ്പയില്ല. ആരോട്? കപടത നിറഞ്ഞ ആത്മീയത പുലർത്തുന്ന മനുഷ്യരോട് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും യേശു തയ്യാറല്ല. അതായിരിക്കാം ക്രൂശീകരണത്തിൻ്റെ കാരണവും. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ ആരാധനകൾ, ഇതിനകത്ത് ആത്മാർത്ഥത നഷ്ടപ്പെടുന്നുണ്ടോ? അത് നമ്മൾ ബോധപൂർവം ചിന്തിക്കണം. കായേനും ഹാബേലും ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് കടന്നു വന്നു. കായേൻ അർപ്പിച്ചത് കർഷകനായതുകൊണ്ട് തൻ്റെ കാർഷിക ഫലത്തിൽ നിന്നൊന്ന്, ഹാബേൽ അർപ്പിച്ചത് കുഞ്ഞാടിനെയാണ്. എബ്രായ പണ്ഡിതന്മാർ പറഞ്ഞു, ഹാബേലിൻ്റെ ബലി കുഞ്ഞാടായതുകൊണ്ട്, അർപ്പിത വസ്തു കുഞ്ഞാടായതുകൊണ്ട് ദൈവം സ്വീകരിച്ചു. ബിക്കോസ് ഇറ്റ് ഹാസ് ഒരു യഥാർത്ഥത്തിൽ യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ പിന്നീട് വന്ന ബലി കുഞ്ഞാടിൻ്റെ ബലി ആയതുകൊണ്ട്, അത് മുന്നമേ ഹാബേൽ അർപ്പിച്ചതുകൊണ്ട്, അതുകൊണ്ട് ദൈവം ഹാബേലിൻ്റെ ബലിയിൽ പ്രീതിപ്പെട്ടു. കായേൻ്റെ ബലി കാർഷിക ഫലങ്ങളായതുകൊണ്ട് ദൈവം സ്വീകരിച്ചില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. എന്നാൽ സെറൂഗലേമാർ യാക്കോബ് പറഞ്ഞു, മണ്ടത്തരമാണ് ഈ അർപ്പിത വസ്തുവിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അർപ്പിത വസ്തുവിനല്ല പ്രാധാന്യം, അർപ്പകന്റെ മനസ്സിലാണ് പ്രാധാന്യം. നമ്മളെല്ലാം പ്രാധാന്യം കൂടുതൽ കൊടുത്തിരിക്കുന്നത് അർപ്പിത വസ്തുവിനാണ്. കുഞ്ഞാടല്ല പ്രധാനപ്പെട്ടത്, കാർഷിക ഫലങ്ങളല്ല പ്രധാനപ്പെട്ടത്. അർപ്പണത്തിന് വേണ്ടി അടുത്തു വന്ന, ആരാധനയ്ക്ക് വേണ്ടി അടുത്തു വന്ന കായേന്റെയും ഹാബേലിന്റെയും ഹൃദയം ദൈവം അറിഞ്ഞു. അതുകൊണ്ടാണ് കായേനോട് ദൈവം ചോദിച്ചത്, കായേനെ നീ കോപിക്കുന്നതെന്താ? നന്മ ചെയ്തുവെങ്കിൽ നിനക്ക് പ്രതിഫലമുണ്ടായാനേ, തിന്മ ചെയ്യുന്നുവെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. എത്ര മനോഹരം! പുതിയ നിയമസഭയിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അങ്ങനെയുള്ളവർ ആരെ കാണും? ദൈവത്തെ കാണും. ഹൃദയശുദ്ധിയില്ലാത്ത ആധ്യാത്മികത, അതാണ് വർത്തമാന കാലഘട്ടത്തിൽ യെരൂശലേമിന്റെ മതിലുകൾ ബലക്ഷയപ്പെടുന്നതിൻ്റെ കാരണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, സാധാരണ ലിറ്റർജിക്കൽ തിയോളജി പഠിപ്പിക്കുമ്പം അതിനകത്ത് മനോഹരമായൊരു വീക്ഷണമുണ്ട്. ഓരോ പെരുന്നാളും അതുപോലെ തന്നെ കൂദാശയും ഒക്കെ പ്രാധാന്യത്തിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ പെരുന്നാൾ സംവേദനം ചെയ്യുന്ന ആശയത്തിനാണ്. ഇപ്പോൾ ഉദാഹരണം, എൽദോ പെരുന്നാൾ, ജനന പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ ആശയം, സർവശക്തനായ ദൈവം മനുഷ്യരോടുകൂടി അധിവസിച്ചു. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവീക പ്രകാശം ഉദിച്ചു. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ
എന്താണ് ഉദിച്ചത്? അന്ധകാരം നിറഞ്ഞ ലോകത്ത് ദൈവത്തിന്റെ പ്രകാശം ഉദിച്ചു. അതുകൊണ്ട് ഉദയം, പ്രകാശം മാനിഫെസ്റ്റ് ചെയ്ത ചരിത്രത്തിൽ മുഴുവൻ പ്രകാശം ഉദിച്ച മനോഹര സന്ദർഭം. ഈ ആശയത്തെ ആരാധനാപരമായി അവതരിപ്പിക്കാനാണ് നമ്മൾ ഈ റിച്വൽസ് ഉപയോഗിക്കുന്നത്. അതിന് ലിറ്റർജിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ഐഡിയ ഓഫ് ദി ഫീസ്റ്റ് എന്ന് പറയും. പെരുന്നാളിന്റെ ആശയത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് അവതരിപ്പിക്കാൻ നമ്മൾ ചില മാധ്യമങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ടാണ് എൽദോ പെരുന്നാളിൽ നമ്മൾ തീജ്വാലയുടെ ശുശ്രൂഷ നടത്തുന്നത്. തീജ്വാല രക്ഷകന്റെ ജനനത്തെ, ആ പ്രകാശത്തിന്റെ മാനിഫെസ്റ്റേഷനെ ആരാധനാപരമായി അവതരിപ്പിക്കുന്ന ലിറ്റർജിക്കൽ എക്സ്പ്രഷനാണ്. എന്നാൽ ഇന്ന് വന്ന് ആശയവും പോയി, ലിറ്റർജിയും പോയി, എന്നത് മാത്രം നിലനിൽക്കുന്നു, എക്സ്പ്രഷൻ മാത്രം നിലനിൽക്കുന്നു. അങ്ങനെ എക്സ്പ്രഷൻ നിലനിന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാട്ടും പ്രാർത്ഥനയും നമ്മുടെ ഒരുമിച്ചുള്ള ആരാധനയും എല്ലാം എക്സ്പ്രസ് ചെയ്യാനുള്ള കേവല അവസരങ്ങളായി അധപ്പതിച്ചു. ഇതിനെയാണ് നമ്മൾ പറയുന്നത് മിയർ പെർഫോമൻസ്. മിയർ പെർഫോമൻസ്. എന്നാൽ അതല്ല ആധ്യാത്മികത. ഇറ്റ്സ് നോട്ട് എ റെപ്പറ്റീഷൻ ഓഫ് എ പർട്ടിക്കുലർ ഈവന്റ് ഇൻ ദി ഹിസ്റ്ററി. ചരിത്രത്തിലെ ഒരു സംഭവത്തിന്റെ ഏതെങ്കിലും ഒരു ആവർത്തനമല്ല യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിന്റെ മരണവും കർത്താവിന്റെ ഉയർപ്പും കർത്താവിന്റെ ജനനവും ഒക്കെ. അതുപോലെ തന്നെ ഒരു അനുസ്മരണവുമല്ല. ഇറ്റ്സ് നോട്ട് എ മിയർ റിമെമ്പറൻസ്. പക്ഷേ എന്താ വർഷിപ്പ്? വർഷിപ്പ് എന്ന് പറയുന്നത് ഈ ചരിത്ര സമയത്ത്, ഈ വർത്തമാന കാലഘട്ടത്തിൽ വി ഹാവ് ടു എക്സ്പീരിയൻസ്. വി ഹാവ് ടു എക്സ്പീരിയൻസ്. നമ്മൾ ശരിയായി അനുഭവിക്കണം. എന്താ? മനുഷ്യാവതാരത്തിന്റെ മഹിമകൾ ഇന്ന് നമുക്ക് ബോധ്യപ്പെടണം. അതിനാണ് ശുശ്രൂഷകളും ആരാധനകളും ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, ഖനനയാഗങ്ങളെ നീ ഇഷ്ടപ്പെടുന്നില്ല. പെർഫോമൻസ് ആർക്കും നിർവഹിക്കാം. അതിന് ഹൃദയശുദ്ധിയും വേണ്ട, നിർമ്മല മനസ്സും വേണ്ട, ആത്മാർത്ഥതയും വേണ്ട. നമുക്ക് സംഭവിച്ചിരിക്കുന്ന നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ദുരന്തം എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, രാജ്യനിർമ്മിതിയിൽ നേതൃത്വത്തിന്റെ വിശുദ്ധി നിർണായകമാണ്. അതിൽ അവനവന് സംഭവിച്ചിരിക്കുന്ന ബലഹീനതയെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകണം. രണ്ടാമത്, യഥാർത്ഥത്തിൽ സംഭവിച്ച വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ആന്തരിക വ്യതിയാനമില്ലാത്ത ആരാധന. അത് യഥാർത്ഥത്തിൽ കേവല ചടങ്ങുകളായി, പെർഫോമൻസുകളായി മാത്രം അധപ്പതിക്കും. നമ്മെ ഇത് ബാധിച്ചിട്ടുണ്ടോ? നമ്മൾ നല്ലപോലെ ഓർക്കണം. നമ്മൾ തന്നെ ശ്രദ്ധിച്ച്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ മാമോദീസ, വിശുദ്ധ കുർബാന അനുഭവം, വിവിധ രംഗങ്ങൾ. എന്നാൽ ഇന്ന് നമ്മുടെ വിശ്വാസ സമൂഹം ഏറ്റവും നന്നായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് ഒറ്റ കൂദാശയേ ഉള്ളൂ. അതേതാണെന്നറിയാവോ? വിവാഹ കൂദാശ. അതെത്ര മനോഹരമാക്കാനും എത്ര ഭംഗിയാക്കാനും ശ്രദ്ധിക്കുന്നു. എന്നാൽ അതേസമയം അതിലും പ്രാധാന്യം നൽകേണ്ടത് പലതും നമ്മൾ വിസ്മരിക്കുന്നു. സഹോദരങ്ങളെ, യെരൂശലേമിന്റെ മതിലുകൾ ബലക്ഷയപ്പെടുന്നു. സെഹിയോനോട് സർവശക്തൻ തിരുവുള്ളമുണ്ടായി കരുണ കാണിക്കണമേ എന്ന് നമ്മൾ ബോധപൂർവം പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണിത്. ഞാൻ മൂന്നാമത് ഈ വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് വരട്ടെ. എന്തായിരുന്നു ദാവീദിന്റെ പാപം? കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ വലിയ ഉത്തരവാദിത്വങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരവാദിത്വത്തിനനുസരിച്ച് ശുശ്രൂഷ നിർവഹിക്കണം. എന്നാൽ ഇന്ന് കാണിക്കുന്ന തലതിരിഞ്ഞൊരു രീതി എന്താണെന്നറിയാവോ? ലോകത്തെല്ലാ തിന്മ നടന്നാലും, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആ തിന്മയോട് നമ്മളങ്ങ് സമരസപ്പെടുകയാണ്. പോളണ്ടിൽ വലതുപക്ഷ വംശീയ ഗവൺമെന്റ് വന്നപ്പോൾ ആൻ ആപ്പിൾ ബോം എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി, അമേരിക്കൻ പോളിഷ് എഴുത്തുകാരിയാണ്. അവരെ ട്വിലൈറ്റ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ സന്ധി എന്ന് പറഞ്ഞൊരു മനോഹര പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ അവർ പറഞ്ഞത്, വലതുപക്ഷ വംശീയത, ദ സെഡക്റ്റീവ് ഫോഴ്സ് ഓർ ലോർ ഓഫ് ദി അതോറിറ്റേറിയനിസം, അത് ശക്തമായപ്പോൾ പ്രതികരിക്കാൻ ബുദ്ധിജീവികളില്ല, എഴുത്തുകാരില്ല, സ്വാധീന ശക്തിയുള്ള ഒരു മനുഷ്യനും എതിർക്കാനായിട്ടില്ല. തിന്മയോടുള്ള, നന്മയ്ക്കെതിരായി തിന്മ വ്യാപിച്ചു കഴിയുമ്പോൾ തിന്മയോടുള്ള നിശബ്ദ വിധേയത്വം. ഒന്നുകൂടി അച്ഛൻ പറയട്ടെ, തിന്മയോടുള്ള നിശബ്ദ വിധേയത്വം, ഒബീഡിയൻസ്
to evil. A silent obedience to evil. തിന്മയോടുള്ള വളരെ നിശബ്ദമായ വിധേയത്വം. പാവപ്പെട്ട തൊഴിലാളി വർഗത്തിൻ്റെ കഷ്ടപ്പാടുകളെക്കുറിച്ചും ദുരിതങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് നമുക്കെല്ലാവരുടെയും മനസ്സിൽ അങ്ങനെ ശക്തമായ ചില ഇടതുപക്ഷ ഭാവനകളുണ്ട്. അത് നല്ലതാണ് കസേര ലഭിക്കുന്നത് വരെ. എന്നാൽ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതോറിറ്റേറിയനിസം, സ്വേച്ഛാധിപത്യത്തിലേക്ക് വഴുതി മാറുകയാണ്. മുതലാളിത്തത്തെ എതിർത്തുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ കസേരയിൽ ഇരിക്കുന്നു. കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അധികം താമസിയാതെ മുതലാളിയായി മാറ്റപ്പെടുന്നു. എന്തൊരു വൈരുദ്ധ്യം! നിങ്ങൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കേ. ആട്ടിടയനായ മനുഷ്യനെ ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവായി സർവശക്തനായ ദൈവം തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്നാൽ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആര് തന്നെ സിംഹാസനത്തിൽ ഇരുത്തിയോ ആ സർവശക്തനെയും ആ സിംഹാസനത്തിന്റെ ഉത്തരവാദിത്വത്തെയും മറന്ന് സൈലന്റ് ഒബീഡിയൻസ് ടു എക്സിസ്റ്റിംഗ് ഈവിൾസ്, നിലനിൽക്കുന്ന തിന്മയോട് സമരസപ്പെട്ട തിന്മയ്ക്ക് നിശബ്ദമായി വിധേയപ്പെടുന്നു. നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. മഹാനായ രാജാവ് ഉദ്യാനത്തിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കണ്ടു ഒരു സ്ത്രീയെ, ബത്ശേബ. തിരക്കി അതാരാണെന്ന്. ഈ സൗന്ദര്യവും സ്വാധീനവും ഒക്കെ പണം കൂടുതലായി കഴിയുമ്പോൾ നമ്മളെ വല്ലാതെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ കുപ്പായത്തിന്റെ വിലയും നിലയും ഉത്തരവാദിത്വത്തിന്റെ ചുമതലയും ഒക്കെ പെട്ടെന്ന് മറക്കുകയാണ്. പിന്നെ നല്ലതുപോലെ കഴിവുള്ളവൻ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കും. അതുകൊണ്ട് ആരും തിന്മ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ദാവീദ് ചെയ്തതും അത് തന്നെയാണ്. ദാവീദ് അന്വേഷിച്ചു. ബത്ശേബ ഉരിയാവിന്റെ ഭാര്യയാണെന്ന് അറിഞ്ഞു. ഉരിയാവ് തന്റെ പട്ടാളക്കാരിൽ ഒരുത്തനാണെന്ന് മനസ്സിലാക്കി അവനെ സൈന്യത്തിന്റെ മുൻനിരയിലേക്ക് വിട്ട് ആരും അറിയാതെ ഉരിയാവിനെ കൊന്നു. ഇതാണ് അധികാര ദുർവിനിയോഗവും തിന്മയോടുള്ള നിശബ്ദ വിധേയത്വത്തിൽ അധികാരം ദുർവിനിയോഗിച്ചു. ആ കൂട്ടത്തിൽ വളരെ മനോഹരമായി കാപട്യത്തിന്റെ ഒരു മുഖം അത് ഭംഗിയായി ദാവീദ് അണിഞ്ഞു. എന്താണെന്നറിയാവോ? സാധാരണ പട്ടാളക്കാരിൽ ഒരാൾ മരിച്ചാൽ ബിഗ് കോമ്പൻസേഷനാണ് കമാൻഡർ ഇൻ ചീഫായി പ്രസിഡന്റ് നൽകുന്നത്, അല്ലെ രാജാവ് നൽകുന്നത്. സാധാരണ ആ കുടുംബത്തെ സഹായിക്കുകയാണ് പതിവ്. എന്നാൽ ഇവിടെ ദാവീദ് അതിലൊക്കെ, ഇപ്പോഴത്തെ പിള്ളേരുടെ ന്യൂ ജനറേഷൻ ഭാഷയെ പറഞ്ഞാൽ അതുക്കും മേലെ അതാണ് ദാവീദ് ചെയ്തത്. ഉരിയാവ് മരിച്ചപ്പം ഉരിയാവിന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചു. ഇത്രയും ഉദാരമനസ്കരായ ഒരു രാജാവ് യെരൂശലേമിലുണ്ടോ? എത്ര വക്രതയുടെയും തിന്മയുടെയും മുഖം! സഹോദരങ്ങളെ, തിന്മയോട് നിശബ്ദമായി വിധേയപ്പെട്ട ലഭിച്ച അധികാരം ദുർവിനിയോഗം ചെയ്തു. സ്ഥാനത്തെയും മഹിമകളെയും ശുശ്രൂഷകളെയും അദ്ദേഹം വിസ്മൃതിയിലാക്കി. അതിന്റെ പരിണിത ഫലം. പക്ഷെ ഇങ്ങനെയെല്ലാം ചെയ്താലും ഇതിനിടയിൽ തീക്കനലുകളുണ്ട് കേട്ടോ. ആ തീക്കനലാണ് ആ കാലഘട്ടത്തിലെ പ്രവാചക ശബ്ദമായ നാഥാൻ. അദ്ദേഹം ദാവീദിന്റെ അരികെ വന്ന് മനോഹരമായൊരു ചെറിയ കഥ വിവരണം പറഞ്ഞു. എന്താ വിവരണം? ദാവീദേ, അങ്ങയുടെ രാജ്യത്ത് ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ധനികനായ മനുഷ്യന് ഇഷ്ടം പോലെ മൃഗസമ്പത്ത്. എന്നാൽ ദരിദ്രനായ ഒരു മനുഷ്യൻ തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹം പാവപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് ഒരു കുഞ്ഞാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഭാര്യയും കൂടെ മടിയിലിട്ട് അതിനെ വളർത്തിയതാണ്. എന്നാൽ ധനികന്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നു, അതിഥി വന്ന സമയത്ത് ധനികനായി മനുഷ്യന് ഇഷ്ടം പോലെ ആടുമാടുകൾ ഉണ്ടായിട്ടും ഈ പാവപ്പെട്ട മനുഷ്യന്റെ ഏക കുഞ്ഞാടിനെ പിടിച്ച് ധനികനായ മനുഷ്യൻ അവന്റെ അതിഥിക്ക് വേണ്ടി പാചകം ചെയ്തു കൊടുത്തു. ഇത് കേട്ടപ്പോൾ ദാവീദിന്റെ നീതിബോധം ശക്തിപ്പെട്ടു. അദ്ദേഹം ചോദിച്ചു, ആ മനുഷ്യൻ ആരാണ്? അവൻ ശിക്ഷിക്കപ്പെടണം. ഉടനെ നാഥാൻ തിരികെ പറഞ്ഞു, ആ മനുഷ്യൻ, ബാക്കി പറ, ആ മനുഷ്യൻ നീ തന്നെ. അപ്പോഴാണ് ദാവീദിന് മനസ്സിലായത് പുറമെ എന്ത് ചെയ്താലും തമ്പുരാൻ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്, നിന്റെ തിരുമുമ്പാകെ ഞാൻ പിഴ ചെയ്തു, പാപം ചെയ്തു. നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തന്ന സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ.
ശരിയായ അനുതാപത്തിന്റെ വാതിൽ യഥാർത്ഥത്തിൽ രാജാവായ ദാവീദിന് തുറക്കപ്പെട്ടു. ഒന്നാമത്, അദ്ദേഹത്തെ വിളിച്ചു വേർതിരിച്ച തെരഞ്ഞെടുക്കപ്പെട്ട ആ വഴികളെ അദ്ദേഹം മറന്നുപോയി. രണ്ടാമത്, അദ്ദേഹം വളരെ നിശബ്ദമായി സമൂഹത്തിൽ നിലനിന്ന തിന്മയോട് ചേർന്ന് അധികാരം ദുർവിനിയോഗം ചെയ്തു. എല്ലാറ്റിലും ഉപരി ഞാൻ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ആന്തരിക വ്യതിയാനമില്ലാതെ ആധ്യാത്മിക ജീവിതത്തെ വെറും ചടങ്ങാക്കി, വെറും അനുഷ്ഠാനമാക്കി അധപ്പതിച്ചു. സഹോദരങ്ങളെ, ഇവിടെ ദാവീദ് വീണുപോയി. അപ്പോൾ ദാവീദിന് മനസ്സിലായി, എൻ്റെ വിശുദ്ധി, എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യം ഞാൻ നേതൃത്വം നൽകുന്ന രാജ്യത്തിൽ വിധി നിർണായകമാണ്. അതുകൊണ്ടാണ് ഈ ബോധ്യം അദ്ദേഹത്തിനുണ്ടായപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ വേദനയോടെ പ്രാർത്ഥിച്ചു, സെഹിയോനോട് നന്മ ചെയ്യണമേ. ബാക്കിയൊന്ന് പറഞ്ഞേ ഊറുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. ഈ വേദഭാഗത്തിൻ്റെ രണ്ടാം ഭാഗത്തിലെ മറ്റൊരാശയം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൽ ഒരു മുന്തിരിവള്ളിയുടെ കൃഷിയെക്കുറിച്ച് പറയുന്നുണ്ട്. മനോഹരമായ ഒരു കുന്നിൻ പ്രദേശത്തെ ഒരുക്കി മുന്തിരിവള്ളി കൃഷി ചെയ്തു. നമ്മുടെ കഷ്ടാനുഭവ ആഴ്ചയിൽ കാശ തിങ്കളാഴ്ച മുതലുള്ള പ്രാർത്ഥനകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ മുന്തിരിവള്ളിയുടെ, അതോട് ചേർത്താണ് പല പാട്ടുകളും ക്രമീകരിച്ചിരിക്കുന്നത്, പ്രമിയോനുകളും സെതറകളുമെല്ലാം. കളമൊരുക്കി കൃഷിസ്ഥലം വെടിപ്പാക്കി മേൽത്തരം മുന്തിരിവള്ളി കൊണ്ട് നട്ടു, ചുറ്റും വേലി കെട്ടി, മുന്തിരിത്തോട്ടത്തിൻ്റെ നടുക്കൊരു ചക്കും ക്രമീകരിച്ചു, ഗോപുരവും പണിതു. എല്ലാം ക്ലിയർ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് സോ നൈസ്. എല്ലാം ഭംഗിയാണ്. നമ്മൾ പുറമേ നോക്കിയാൽ സംഗതി എല്ലാം നല്ലതാണ്. എന്നാൽ അടുത്ത വിഷയമാണ്, മുന്തിരിങ്ങ കായ്ച്ചു, പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു എന്ന് ചോദിച്ചാൽ, വേലികൾ പൊളിയുന്നു, മതിലുകൾക്ക് ബലക്ഷയം വരുന്നു. യഥാർത്ഥത്തിൽ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ എന്നുള്ള പ്രാർത്ഥനയുടെ ആധ്യാത്മിക അർത്ഥമെന്ന് പറയുന്നത് അത് കേവലം മിഡിൽ ഈസ്റ്റിലുള്ള യെരൂശലേം എന്ന രാജ്യമോ സിയോൻ കുന്നോ ഒന്നുമല്ല. വെളിപ്പാട് പുസ്തകത്തിൽ അത് കുറേ കൂടെ മനോഹരമായി വിവരിക്കുന്നുണ്ട്. പഴയ യെരൂശലേം മാറിപ്പോയി, സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന സ്വർഗീയ യെരൂശലേം അത് ക്രിസ്തുവിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയാണ്. യേശു ക്രിസ്തു വിഭാവനം ചെയ്ത ദൈവരാജ്യമാണ്. ഈ ദൈവരാജ്യത്തിൽ സഹോദരങ്ങളെ, മതിലുകൾ പണിയപ്പെടണം. എന്തിനു വേണ്ടി? പിശാചിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാകാതിരിക്കാൻ. നിങ്ങൾ എപ്പോഴും ഓർക്കണേ, തിന്മയോടുള്ള നിശബ്ദ വിധേയത്വവും അധികാര ദുർവിനിയോഗവും ആത്മാർത്ഥതയില്ലാത്ത ആരാധനയും ഒക്കെ നമ്മിലേക്ക് കൊണ്ടുവരുന്നത് പിശാചാണ്, പൈശാചിക പ്രലോഭനമാണ്. ഇതിൻ്റെ ഒരു കാരണം, നമ്മൾ മാമോദീസ സ്വീകരിച്ചപ്പോൾ തന്നെ സാത്താനെ ഉപേക്ഷിച്ചു, മശിഹായെ സ്വീകരിച്ചു. അന്ന് മുതൽ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ മതിലുകൾ ഒന്ന് പൊളിക്കണം. മതിലുകൾ പൊളിച്ച് പിശാച് അകത്ത് കയറും. അഭിവന്ദ്യ തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ, നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ അവർക്ക് ചെയ്യിപ്പീൻ. മതിലുകൾ ശക്തമാകുകയാണ്. പക്ഷേ നമുക്കൊറ്റ ചിന്തേ ഉള്ളൂ. സദൃശവാക്യത്തിൽ പറയുന്നത് പോലെ, കണ്ണട്ടയ്ക്ക് 2 മക്കൾ. എന്താ? തരിക. അത് പ്രാർത്ഥനയിലും നമ്മുടെ സേവന മേഖലകളിലും എല്ലാം നമുക്കൊറ്റ ചിന്ത, നമുക്ക് കിട്ടണം എന്നത് മാത്രം. അതിൻ്റെ പരിണിത ഫലമായി ഈ ആഗ്രഹങ്ങളിലൂടെ പിശാച് കടന്നു വരികയാണ്. നിങ്ങൾക്കറിയാവോ, വിശുദ്ധന്മാരുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവർ പിശാചിൻ്റെ ഒളിസ്ഥലങ്ങളെ കണ്ടുപിടിക്കാൻ സമർത്ഥരാണ്. ഒന്നുകൂടെ പറയുന്നു, വിശുദ്ധന്മാരാരാണെന്ന് ചോദിച്ചാൽ അവർ പിശാചിൻ്റെ ഒളിവിടങ്ങളെ കണ്ടുപിടിക്കാൻ സമർത്ഥരാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ടോട്ടൽ പേഴ്സണാലിറ്റിയിൽ പിശാച് കടന്നു വരുന്ന, പൊളിഞ്ഞു കിടക്കുന്ന ചില മതിൽ ഭാഗങ്ങളുണ്ട്. അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെ 2ാം തലം. എൻ്റെ ദൈവമേ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ഞാൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ, വേദപുസ്തകം ക്രമമായി വായിക്കുന്നുവെങ്കിൽ, അതിൻ്റെ എല്ലാം പ്രധാന ഉദ്ദേശം ഞാൻ എന്ന യെരൂശലേമിൻ്റെ, ആന്തരിക യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. നിന്റെ ഇഷ്ടപ്രകാരം സെഹിയോനോട് നന്മ ചെയ്യണമേ. പുതിയ നിയമത്തിൽ നമുക്ക് ദഹിക്കാത്ത,
നമുക്കാർക്കും മനസ്സിലാകില്ലാത്ത വളരെ വളരെ ശ്രദ്ധ പതിക്കുന്ന ഒരു ഉപദേശമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. അവിടുത്തെ ആ ഒരു പെരിക്കപ്പെ, ഒരു ചെറിയ ഭാഗം, ഒരു സുവിശേഷ വിവരണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു ഭാഗം, ആ ഭാഗത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ ആ തലക്കെട്ട് ഇങ്ങനെയാണ്: വെട്ടിക്കളയുക. എന്നെ തലക്കെട്ട് എന്നെ വെട്ടിക്കളയുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. യേശു പറഞ്ഞു, നിന്റെ വലത് കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്നാ എടുക്കണം? വെട്ടിക്കളയണം. നിന്റെ വലത് കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ ബാക്കി പറ, വെട്ടിക്കളയണം. നിന്റെ വലത് കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ചൂഴ്ന്നെടുത്ത് ദൂരെ എറിഞ്ഞു കളയണം. അപ്പൊ സ്വർഗരാജ്യത്തിൽ ഒറ്റക്കയ്യനും ഒറ്റക്കാലനും ഒറ്റക്കണ്ണനും ഒക്കെ ആയിരിക്കും മൊത്തം. സ്വർഗത്തിൽ ആരില്ല. യേശു അങ്ങനെ പറഞ്ഞതിന്റെ കാരണം, 2 കൈയുള്ളവനായി അഗ്നിനരകത്തി പോകുന്നതിനേക്കായി നല്ലത് ഒറ്റ കൈയുള്ളവനായി ജീവനിലേക്ക് കടക്കുന്ന. എന്താ ഇതിന്റെ അർത്ഥം എന്നറിയാവോ സഹോദരങ്ങളെ? ഇടർച്ച ആര് മുഖാന്തരം വന്നാലും, ആ ഇടർച്ച വരുന്നത് എത്ര പ്രധാനപ്പെട്ട ആളാണെങ്കിലും, രാജ്യത്തിന്റെ രാജാവ് തന്നെയാണെങ്കിലും ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ബാക്കി പറ, വെട്ടിക്കളയണം. ഒന്നുകൂടെ പറ, വെട്ടിക്കളയണം. പുതിയ നിയമത്തിൽ ഈ സുവിശേഷം കരുണയുടെ ദൂതിൽ, സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സുവിശേഷത്തിൽ വെട്ടിക്കളയണമെന്ന് പറയുന്നതിന് എന്നെ ഇത്ര പ്രത്യേകത എന്ന് ചോദിച്ചേക്കാം. എന്നാൽ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് ഈ വേദഭാഗത്തിന്റെ അർത്ഥതലത്തിൽ എന്താണെന്നറിയാവോ? ഒരു വീട്ടിൽ പിതാവും മാതാവും 3 മക്കളുടെ നരകത്തിൽ പോകുന്നതിനേക്കായി നല്ലത് ദുഷ്ടനായ പിതാവില്ലാതെ അമ്മയും 3 മക്കളും അമ്മയും 3 മക്കളും ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. അമ്മയും 3 മക്കളും സ്വർഗത്തിൽ പോകുന്നതാണ്. അധികാര ദുർവിനിയോഗം നടത്തുന്ന അധികാരമുള്ളവൻ എത്ര പ്രധാനപ്പെട്ടയാളാണെങ്കിലും വെട്ടിക്കളയണം. കസേരയിൽ ഇരുന്ന് കഴിഞ്ഞ് തിന്മയോട് നിശബ്ദ വിധേയത്വം പുലർത്തുന്നയാള് എത്ര പ്രധാനപ്പെട്ടയാളാണെങ്കിലും വെട്ടിക്കളയണം. എന്നാലേ നീതി നടപ്പാകത്തുള്ളൂ. എന്നാലേ ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടത്തുള്ളൂ. ഈ ബോധ്യം യഥാർത്ഥത്തിൽ ദാവീദിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു. നിങ്ങൾ ഈ കുടുംബത്തിൻ്റെയൊക്കെ കാര്യം പറഞ്ഞാൽ പലർക്കും ഇഷ്ടമില്ല. എന്നാൽ ഇച്ചിരൂടെ ചേർത്ത് പറയാം. ഇപ്പം എൻ്റെ പള്ളി, ഞാൻ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന പുതുപ്പള്ളി പള്ളിയിലെ ഇടവകക്കാരും ഞാനൂടെ നരകത്തിൽ പോകുന്നതിനേക്കാളും ദൈവത്തിന് ഇഷ്ടം എന്നാന്നോ? ദുഷ്ടനായ ഞാനില്ലാതെ ഇടവക്കാരെങ്കിലും സ്വർഗത്തിൽ പോകണം. സഹോദരങ്ങളെ, ജീവനിൽ കടക്കണമെങ്കിൽ സ്വന്തം ബലഹീനതകളെ കുറിച്ചുള്ള അവബോധം ഉണ്ടാകണം. ഞാൻ ഈ വേദഭാഗത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ 2ാം ഭാഗത്ത് പറഞ്ഞത്. നമ്മെ നശിപ്പിക്കുന്ന, നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവീക രക്ഷയെ നശിപ്പിക്കുന്ന തിന്മയുടെ സ്വാധീനം വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ശുശ്രൂഷ മേഖലകളിലും വേലികൾ പൊളിച്ച് അകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേലിക്കെട്ടുകൾ ശക്തമാക്കുക. ഊറുശലേമിന്റെ മതിലിനെ പണിയണമേ. ഈ അവസാന ഭാഗം ശവസംസ്കാര ശുശ്രൂഷയുടെ ഭാഗത്തെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, പ്രയത്നങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടെയുള്ള സഹവാസത്തിനും വേണ്ടി ചിലരുടെ തൈലം ഒഴിക്കും, ചിലടത്ത് തൈലം ഒഴിക്കത്തില്ല. വളരെ മനോഹരമായ അവസാന വാക്കുകൾ പറഞ്ഞാണ് നമ്മളെല്ലാവരെയും യാത്ര അയക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? മാമോദീസായ മുതൽ സത്യത്തിൽ ജീവിതം ഒരു യുദ്ധമാണ്. ആരോടാണ് യുദ്ധം നടത്തുന്നത്? അയൽവക്കംകാരനോടോ ഭാര്യയോടോ പള്ളിയിലെ അച്ഛനോടോ ഒന്നുമല്ല. യുദ്ധം യഥാർത്ഥത്തിൽ സാത്താനോടാണ്. അതുകൊണ്ടാണ് മരണം സാത്താനോടുള്ള യുദ്ധത്തിൻ്റെ അവസാനമായി വേദപുസ്തകം ചിത്രീകരിക്കുന്നത്, സഭ പഠിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൽ മതിലുകൾ ബലപ്പെട്ടില്ലെങ്കിൽ തിന്മകളുടെ സ്വാധീനം ശക്തമായി ബാധിക്കും. അവസാനിപ്പിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ പഴയ നിയമം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ പൊതുവായി ചൊല്ലുന്ന ഒരു പ്രഘോഷണം, ശുശ്രൂഷകൻ വിളിച്ചു പറയുന്ന ഒരു പ്രഘോഷണമുണ്ട്. എന്താണെന്നറിയാവോ? നീതിമാന്മാരുടെ കൂടാരത്തിൽ, അത് ചൊല്ലുമോ? നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി എന്ന് പറഞ്ഞിട്ട് പഴയ നിയമം വായിക്കും. ഞാനതൊന്നുകൂടി ഒന്ന് പറയാവേ. നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. അപ്പം ഈ ദാവീദ് ആരാ? ഇത്രയും നേരം ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞു, ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞു.
ആന്തരിക വ്യതിയാനമില്ലാത്ത ആത്മീയത, അധികാര ദുർവിനിയോഗം, തിന്മയോടുള്ള നിശബ്ദ വിധേയത്വം, ഇങ്ങനെ എന്തെല്ലാം ദാവീദിന്റെ പ്രാർത്ഥനയിൽ ദാവീദിന്റെ തിന്മയുടെ സാഹചര്യങ്ങൾ നമുക്ക് പറയാം. പക്ഷേ എബ്രായ ചരിത്രത്തിൽ ദാവീദ് ആരാണ്? നീതിമാന്മാരുടെ കൂടാരത്തിൽ രക്ഷയുടെ ശബ്ദം, മഹത്വത്തിന്റെ ശബ്ദം എന്ന് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം പാടി. നിങ്ങൾക്കറിയാവോ, ദാവീദിന് കൊടുത്തിരിക്കുന്ന എബ്രായ പാരമ്പര്യത്തിലെ മഹത്തരമായ ഒരു വിശേഷണമുണ്ടായി. പരിശുദ്ധാത്മാവിന്റെ കിന്നരം. എന്നതാ പരിശുദ്ധാത്മാവിന്റെ എന്ന് വെച്ചാൽ ദാവീദിലൂടെ പരിശുദ്ധാത്മാവ് പാടി. ഞാനും നിങ്ങളും ആരാന്നറിയാവോ? നമുക്ക് പല പ്രതിസന്ധികളും, നാം അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ജീവിതത്തിലുണ്ട്, സഭാജീവിതത്തിലുണ്ട്. ഇന്നിപ്പം സോഷ്യൽ മീഡിയകളെല്ലാം കൂടെ ശക്തമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നത്തെക്കാൾ ഉപരി നമ്മളെ ഇകഴ്ത്തി കാണിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തനമുണ്ട്. പൊതുവായി ഈ ഇടയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള, റിലീസ് ചെയ്തിട്ടുള്ള ചില സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം. ഹോമോസെക്ഷുവാലിറ്റി, പിടിച്ചുപറി, ബലാത്സംഗം, ഇതിൻ്റെ എല്ലാം പുറകിൽ മത്തായിയും തോമസും എന്ന പേരുള്ള കഥാപാത്രം. എന്താ കാരണം എന്നറിയാവോ? ഇത് ബോധപൂർവം യെരൂശലേമിന്റെ മതിലുകളെ തകർക്കുവാനുള്ള ശ്രമമാണ്. എങ്ങനെ അതിജീവിക്കണം? അതിജീവിക്കാനുള്ള മാർഗമാണ് നീതിമാന്മാരുടെ കൂടാരത്തിൽ മഹത്വത്തിന്റെയും രക്ഷയുടെയും ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. പരിശുദ്ധാത്മാവ് തന്റെ കിന്നരമായി യഥാർത്ഥത്തിൽ തെരഞ്ഞെടുത്തത് സ്വന്തം പാപത്തിൽ ഇത്രമാത്രം വേദനിച്ച ഒരു മനുഷ്യരെയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാവോ? അതാണ് അനുതാപത്തിന്റെ ശ്രേഷ്ഠത. ചെയ്ത പാപമല്ല പ്രശ്നം, മറിച്ച് ദൈവസന്നിധിയിൽ നിർവഹിക്കുന്ന അനുതാപമാണ് യഥാർത്ഥത്തിൽ ദൈവം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് പുതിയ നിയമസഭയിൽ ഇപ്രകാരം പഠിപ്പിക്കപ്പെട്ടത്: 99 നീതിമാന്മാരെക്കായാലും അനുതപിക്കുന്ന പാപിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുന്നു. സഹോദരങ്ങളെ, നമുക്കൊത്തിരി ബലഹീനതകളുണ്ട്, നമുക്കൊത്തിരി കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നിർമ്മലമായ ഹൃദയം തരയണമേ, സ്ഥിരമായ ആത്മാവിനെ പുതുതാക്കണമേ. എൻ്റെ ദൈവമേ, തിരുവുള്ളമുണ്ടായി സിയോനോട് നന്മ ചെയ്യണമേ. ഊറുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. ആദ്യം അതെൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ്. എൻ്റെ കുടുംബത്തെക്കുറിച്ചാണ്, ഞാൻ ശുശ്രൂഷിക്കുന്ന ഇടവകയെക്കുറിച്ചാണ്, എൻ്റെ ഇടവക ശുശ്രൂഷ തലങ്ങളെക്കുറിച്ചാണ്. ഈ ബോധ്യം നമുക്കുണ്ടായി കഴിയുമ്പോൾ സത്യ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അടുത്തു വന്നാൽ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ കിന്നരങ്ങളായി പരിണമിക്കും. നീതിമാന്മാരുടെ കൂടാരങ്ങളിലെ മഹത്വത്തിൻ്റെയും രക്ഷയുടെയും ശബ്ദം, അത് യഥാർത്ഥത്തിൽ നമ്മുടെ സഭയെക്കുറിച്ച്, ക്രൈസ്തവ ശുശ്രൂഷയെക്കുറിച്ച് ഈ ഭാരതത്തിലെ നല്ല സാക്ഷ്യമായി തീരട്ടെ. ആ പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമേ, തിരുമനസ്സായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന ബലഹീനതകളെ ക്ഷമിച്ച് ഞങ്ങളുടെ ജീവിതമാകുന്ന ആന്തരിക യെരൂശലേമിൻ്റെ മതിലുകളെ പണിയണമേ. ഞങ്ങളുടെ ജീവിതമാകുന്ന സിയോനോട് തിരുവുള്ളമുണ്ടായി നന്മ ചെയ്യണമേ. കുടുംബജീവിതത്തിലും ഇടവക ശുശ്രൂഷയിലും സഭാജീവിതത്തിൻ്റെ പൊതുമേഖലയിലും ഈ സമൂഹത്തിൻ്റെ തിന്മയോട് ഞങ്ങൾ സമരസപ്പെട്ട് ബലഹീനതകൾക്ക് അടിമകളായി. കർത്താവേ, ഒരു ശരിയായ അനുതാപം ഞങ്ങൾക്ക് ലഭിച്ച മാനസാന്തരത്തിൻ്റെ വാതിൽ തുറന്നു തരണമേ. അനുദപിച്ച ദാവീദ് പരിശുദ്ധാത്മാവിൻ്റെ കിന്നരമായി പരിണമിച്ചതുപോലെ കർത്താവേ, നിന്റെ നല്ല സാക്ഷികളായി നീതിയുടെയും മഹത്വത്തിൻ്റെയും പ്രതിധ്വനിക്കുന്ന ശബ്ദങ്ങളായി പരിണമിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. സഭയും അതിലെ എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ നേർവഴിയിൽ നടത്തുന്ന പിതാക്കന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും ദൈവീക ജ്ഞാനത്തിൽ നടത്തി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണമേ. ജലപ്രളയ കാലഘട്ടത്തിൽ നീതിമാനായ നോഹിനെയും മക്കളെയും പെട്ടകത്തിൽ സംരക്ഷിച്ചതുപോലെ കർത്താവെ, ഈ ലോകയാത്രയിൽ അവിടുന്ന് ഞങ്ങളെ സംരക്ഷിച്ചോ, അവിടുന്ന് ഞങ്ങളെ ദൈവരാജ്യ മഹത്വത്തിനായി ജീവിക്കുന്നവരാക്കി പരിണമിപ്പിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ തൃക്കൺ പാർക്കണമേ. ദൈവമേ, നിന്റെ നല്ല സാക്ഷികളായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ അങ്ങയ്ക്കും അവിടുത്തെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും ഇന്ന് എന്നേക്കും തന്നെ.